നമസ്കാരം. സിനി ഭാരതിലേക്ക് സ്വാഗതം. വിസ്മയ മോഹൻലാലിന്റെ പുതിയ സിനിമ അരങ്ങേറ്റത്തിന് തൊട്ടു മുമ്പേ ഉണ്ടായ വിവാദങ്ങൾ സിനിമയെ ഏത് രീതിയിൽ ബാധിക്കും എന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഡൽഹി പ്രക്ഷോഭത്തിൽ പ്രതികരിച്ചതിന് രൂക്ഷമായ സൈബർ ആക്രമണം ലാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഉയരുന്നുണ്ട്. മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ സൈബർ ആക്രമണമാണ് ഉണ്ടായത്. ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി വിദ്യാർത്ഥി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടികളെയും അടിച്ചമർത്തലുകളെയും രൂക്ഷമായി വിമർശിച്ചതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. വിസ്മയ പങ്കുവച്ച രാഷ്ട്രീയ പ്രതികരണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെയും BJPയെയും അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പ്രൊഫൈലുകളും താരപുത്രയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തുകയായിരുന്നു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ പോലീസ് നടത്തിയ ബലപ്രയോഗത്തിന്റെ ദൃശ്യങ്ങളും കുറിപ്പുകളും പങ്കുവച്ചുകൊണ്ടായിരുന്നു വിസ്മയ സോഷ്യൽ മീഡിയയിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ചർച്ചകൾക്ക് പകരം സ്വന്തം ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന പൗരന്മാരെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും ഇതെന്തുതരം ജനാധിപത്യത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ചിന്തിക്കുകയും ചോദിക്കുകയും വേണം. നിങ്ങളോടുള്ള എന്റെ ചോദ്യം വളരെ ലളിതമാണ്. സ്വന്തം രാജ്യത്തെ പൗരന്മാരോട് ഇങ്ങനെയാണോ ഭരണകൂടം പെരുമാറേണ്ടതെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ നടപടികളെ നേരിട്ട് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ പോസ്റ്റ് നിമിഷങ്ങൾക്കകം വൈറലാവുകയും ചെയ്തു. തുടർന്നും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ കമന്റുകളുമായി എത്തി. ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളവും സമരക്കാർക്കും വരെ ആ സമരത്തിനിടയിൽ ആന്റി സോഷ്യൽ എലമെന്റ്സുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നത്? കേന്ദ്ര സർക്കാരിനെതിരെ വിസ്മയം നടത്തിയ പ്രതികരണം ഭരണകക്ഷി അനുകൂലികളെ കടുത്ത പ്രകോപനത്തിലാഴ്ത്തി. അഭിനയ രംഗത്തേക്ക് കടക്കും മുമ്പ് തന്നെ ഇത്തരം രാഷ്ട്രീയ പ്രസ്താവനകളിലേക്ക് ചാടുന്നത് ശരിയാണോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മുമ്പ് കേരളത്തിൽ PSC ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോഴും മറ്റു സാമൂഹ്യ വിഷയങ്ങൾ ഉയർന്നപ്പോഴും പ്രതികരിക്കാത്ത വിസ്മയ ഡൽഹിയിലെ വിഷയത്തിൽ മാത്രം പ്രതികരിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ചിലർ ആരോപിക്കുന്നു. രാജ്യം ഒരു സൂപ്പർ സ്റ്റാറിന് നൽകേണ്ട എല്ലാ ബഹുമാനവും താങ്കൾക്ക് തരുമ്പോൾ മകൾ രാജ്യദ്രോഹികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും മോഹൻലാൽ മകളെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കണമെന്നും ഒക്കെ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. രാജ്യദ്രോഹികൾക്കൊപ്പം ചേർന്നാൽ നിന്നെ രക്ഷിക്കാൻ ആരാണുള്ളത് എന്ന് മോഹൻലാൽ മോൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നും കമന്റുകൾ വരുന്നുണ്ട്. മഹാനടനായ മോഹൻലാലിന്റെ മകളാണെന്നുള്ളത് കൊണ്ട് മാത്രം ഇത്തരം നിലപാടുകൾ അംഗീകരിച്ചു തരാൻ സാധിക്കില്ല എന്നും അധിക്ഷേപം ഉയരുന്നുണ്ട്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാവൂർ നിർമ്മിച്ച് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് വിസ്മയ മോഹൻലാൽ. മോഹൻലാലും പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം വരുന്ന ഓഗസ്റ്റ് 7-നാണ് തിയേറ്ററിൽ എത്തുന്നത്. ചിത്രത്തിന്റെ റിലീസിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയെന്ന ഈ സൈബർ ആക്രമണവും വിവാദവും സിനിമയുടെ കളക്ഷനെയും പ്രൊമോഷനെയും ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് സിനിമാ ലോകം. എന്നാൽ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ പിന്തുണച്ച് വിസ്മയുടെ നിലപാടിനെ പ്രശംസിച്ച് നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സോഷ്യൽ മീഡിയയിൽ പിന്തുണയുമായി എത്തുന്നുണ്ട്.